ഒപ്പം ചേരുന്നു ശ്രീമതി ബിജുമോൾ. ഒരു വനിതാ രാഷ്ട്രീയ പ്രവർത്തക പറയുകയാണ്, സിമി റോസ്ബെൽ ജോണിനെ കേരളം മുഴുവൻ അറിയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. പക്ഷേ അവർ ഒതുക്കപ്പെട്ടു, അവർ ഒരു ഗുഡ് ബുക്കിൽ ഇടം നേടിയില്ല. കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമുക്ക് കോൺഗ്രസ് എന്ന് അങ്ങ് വിടാം. കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിൽ അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ വനിതകൾ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടോ? താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? താങ്കളോടാണ് ശ്രീമതി ബിജുമോൾ. രാഷ്ട്രീയത്തിൽ പവർ ഗ്രൂപ്പുകളുണ്ടോ? ഇതൊരു പുരുഷ കേന്ദ്രീകൃതമാണ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒന്നാണ്. അതിലേക്ക് സ്ത്രീകൾ എത്താൻ തുടങ്ങിയിട്ട് വളരെ അപൂർവം കാലമല്ലേ ആയുള്ളൂ. ഇപ്പൊ പഞ്ചായത്ത് റിസർവേഷനും മറ്റു കാര്യങ്ങളും ഒക്കെ വന്നതിന് ശേഷമാണ് സ്ത്രീകൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നു തുടങ്ങിയത്. അതുവരെ അവിടെയും ഇവിടെയുമായി നമുക്ക് പേരിന് പറയാൻ ഒന്നോ രണ്ടോ വ്യക്തിത്വങ്ങൾ ഒഴിച്ചാല് കാര്യമായിട്ടുള്ള ഒരു പേരുകളും സജീവ പൊളിറ്റിക്സിന്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ സ്ത്രീകളൊക്കെ ഒരു സാധാരണ എന്നതുപോലെ രാഷ്ട്രീയത്തിലേക്ക് വന്നു തുടങ്ങിയിട്ട് വളരെ കുറച്ച് സമയം മാത്രമാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ഈ രാഷ്ട്രീയ സംവിധാനം തന്നെ. പാർലമെന്ററി സംവിധാനങ്ങൾ അങ്ങനെ തന്നെയാണ്. അപ്പൊ പിന്നെ ഇതിനകത്ത് പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിക്കേണ്ട പ്രത്യേക ആ ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അപ്പൊ തീർച്ചയായും താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയിലും CPIയിലും CPMലും ഒക്കെ കാണണോ? താങ്കളൊക്കെ പോരാടിയാണോ ഈ ഒരു ജനപ്രതിനിധിയായി പാർലമെന്റ് രാഷ്ട്രീയത്തിൽ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലൊക്കെ നിൽക്കുന്നത്? അല്ല, എനിക്ക് മുന്നേ പോയവർ പോരാടിയത് കൊണ്ടാണ് ഞാൻ ഈ പാർലമെന്ററി പൊളിറ്റിക്സിലേക്ക് വന്നത്. അവരാണല്ലോ ഡിമാൻഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പിന്നെ സ്ത്രീകൾക്ക് റിസർവേഷൻ വേണമെന്ന്. കേരള മഹിളാ സംഘത്തിന്റെ ആദ്യത്തെ പ്രഥമ യോഗത്തിൽ ഈ പാർലമെന്ററി രംഗത്ത് സ്ത്രീകൾക്ക് റിസർവേഷൻ വേണമെന്ന് 1942 ഈ സംഘടന രൂപീകരിക്കാൻ വേണ്ടി കേരള മഹിളാ സംഘം എന്ന് പറയുന്ന സംഘടനയുടെ പ്രഥമ യോഗം നടക്കുമ്പോൾ തന്നെ അന്നത്തെ ഡിമാൻഡാണ് ഈ റിസർവേഷൻ, വോട്ടവകാശം ഒക്കെ സ്ത്രീകൾക്ക് കൂടി വേണമെന്ന് പറഞ്ഞ് അന്നു മുതൽ വാദിച്ചതിന്റെ ഒരു ഗുണഫലം അനുഭവിച്ചവരാണ്. ഞങ്ങൾക്ക് വേണ്ടി വാദിച്ചവരാരും ആ ഗുണഫലം അനുഭവിക്കാനുണ്ടായില്ല. അവർ വാദിച്ചത് കൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഈ പറയുന്ന പല പൊസിഷനുകളിലും എത്തിച്ചേർന്നത്. അല്ല ഞങ്ങൾ പോരടിച്ചു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞങ്ങളെക്കാൾ മുന്നേ പോയവർ പോരടിച്ചു. പിന്നെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നുള്ളതാണ് പൊളിറ്റിക്സിന്റെ പോളിസി തന്നെ. പ്രകൃതി നിയമമാണല്ലോ. അപ്പൊ അത് ഇതിനകത്ത് ബാധകമാണ്. ഞാൻ അതിനെ അത്രേ കാണുന്നുള്ളൂ. അല്ല, ഇപ്പോൾ കോൺഗ്രസിൽ ഇതൊക്കെ കൂടുതലാണോ ഇത്തരത്തിൽ? താങ്കൾ എന്താണ് മനസ്സിലാക്കുന്നത്? അല്ല, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ. അതൊന്നും നമുക്ക് ചർച്ച ചെയ്യാൻ ഒരു സുദീർഘമായ ഒരു ഡിബേറ്റ് ഒന്നും നടത്താനുള്ള ഒരു സമയം ഒരു ചാനൽ ചർച്ചയിൽ ഉണ്ടാവില്ലല്ലോ. അത് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് എനിക്ക് തോന്നുന്നു അതൊക്കെ വരട്ടെ. ഓരോന്നായിട്ട് ഇങ്ങനെ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് തന്നെ എന്താ പറയാ, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഒരു ചർച്ച ചെയ്യാൻ എവിടെയെങ്കിലും ഒന്ന് പറയാൻ സ്ത്രീകൾക്ക് ഒരു അവസരം ഉണ്ടാകുകയാണല്ലോ. ഓക്കെ, ഈ സിമി റോസ്ബെൽ ജോൺ എന്തായാലും എല്ലാവരും രാഷ്ട്രീയ പ്രവർത്തകരാണല്ലോ, വ്യത്യസ്ത ആശയങ്ങളിലും ഒക്കെ നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു വനിത അവിടെ തടയപ്പെട്ടു എന്ന് അവർ തന്നെ പറയുന്നു. ഈ സിമി റോസ്ബെൽ ജോൺ എന്ന രാഷ്ട്രീയ പ്രവർത്തകയെ കുറിച്ച്, വനിതാ പ്രവർത്തകയെ കുറിച്ച് എനിക്ക് അതാണ് കൂടുതൽ അറിയുന്നത്. ഒരു വനിതാ മുന്നേറ്റ പ്രവർത്തകയെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അവർ ഇങ്ങനെ അവഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമായിരുന്നോ? അതങ്ങനെ അവഗണിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമല്ല. എത്രയോ പരിഗണനകൾ കൊടുക്കേണ്ട, അല്ലെങ്കിൽ എത്രയോ പൊസിഷനുകളിൽ ഇതിനോടകം എത്തപ്പെടേണ്ട ആളാണ്. പക്ഷെ എന്താ പറയുക, അവർ തന്നെ ആ വിഷയങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ആരുടെ ഗുഡ് ബുക്കിൽ എനിക്ക് കയറാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എനിക്കൊന്നും ആകാൻ കഴിഞ്ഞില്ല എന്ന് അവർ ഇപ്പൊ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിരിക്കുകയാണല്ലോ. അവരുടെ വാക്കുകളിൽ തന്നെ അവരനുഭവിക്കുന്ന ആ ഒരു മാനസിക സമ്മർദ്ദവും അവരനുഭവിച്ച വിഷയങ്ങളും അവരുടെ വാക്കുകളിൽ തന്നെ വന്നിട്ടുണ്ട്.